ഞാനൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങ ഞാൻ ചെത്തിയെടുക്കുകയാണ്. ഇത് ഇവിടെ കിട്ടുന്ന അപ്പൂസ് മാങ്ങ എന്ന് പറയുമേ, അതാണ് ഇത്. അപ്പോൾ ഞാനിത് ചെത്തി പീസസ് ആക്കി മിക്സറിനകത്തിൽ പാലൊഴിച്ച് ഏലക്കാപ്പൊടി ഇട്ട് അടിച്ചിട്ട് വരാം. ഞാൻ ആ മാങ്ങ നല്ലതായിട്ട് പീസസ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാമേ. നമുക്ക് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് മാങ്ങയുടെ പൾപ്പിരിക്കുന്നത്. ഇത് എന്നിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ മോൾഡിലേക്ക് മാറ്റാം. ഞാനപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൻ്റെ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇത് എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇരിക്കട്ടെ, നമുക്ക് പിറ്റേ ദിവസം എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇതാ കണ്ടോ നമ്മളുടെ ഐസ്ക്രീം. ഇഷ്ടമായോ? എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. ഈ ഡൈക്ക് 30 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. ഇതാ ഈ ഒരു കായ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ കിട്ടുന്നതാണ്, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇത് വെച്ചിട്ട് കറിയും വെക്കും, അച്ചാറും ഉണ്ടാക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഞാനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും കേടുണ്ടോ എന്നുള്ളത്. അത് ഇപ്പോൾ ഞാനത് അച്ചാറിടാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടത് ഫ്രൈ ആയിട്ടെടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഗതി ഇവിടെ കിട്ടുന്ന, ഇവിടെ ആൾക്കാരെല്ലാം ഇത് കറിയൊക്കെ വയ്ക്കുമേ. അപ്പോൾ അവരിത് അച്ചാറിടാൻ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. കുറച്ചേ മേടിച്ചുള്ളൂ, 1/4 കിലോയെ മേടിച്ചിട്ടുള്ളൂ. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇട്ട് നോക്കുന്നത്. നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ എന്തായാലും 10-15 ദിവസം നമുക്കിത് അനക്കാതെ വെച്ചിരിക്കണം. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതാ ഭരണിയിൽ വെക്കുന്ന ഉടനെ അത് മുങ്ങിക്കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് വിനാഗിരി. ഇതിപ്പോൾ നമുക്കൊരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കാം. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്ലൂബെറി അച്ചാർ റെഡി ആയിട്ടുണ്ട്.
ഇതാണ് അച്ചാർ. ഇനി ഭരണിയിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ അച്ചാർ കുപ്പിക്കകത്തിലിട്ടായിരുന്നേ. നമ്മുടെ ആ അച്ചാറിൻ്റെ കളർ കണ്ടോ ഇരിക്കുന്നത്? ഇങ്ങനെയാണ്. ലവ്ലോലിക്ക കണ്ടിട്ടുണ്ടോ? അതുമാതിരി ഇരിക്കുന്നുണ്ട്. നല്ല കളറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവൂ. ഞാനിത് കുപ്പിക്കകത്ത് ഇട്ടതിന് ശേഷം കാണിക്കുന്നതാണ്. എനിക്കും കിട്ടി കേട്ടോ കുഞ്ഞാണ്ടി മാങ്ങ. അറിയില്ല കൊള്ളാമോന്നേ. കുഞ്ഞാണ്ടി എന്തായാലും ഒന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമേ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിനെ അങ്ങ് കറി വയ്ക്കാനായിട്ട് പോവുകയാണേ. എന്തായാലും പൊളിച്ചെടുക്കാം. കുറേ നാളായിട്ട് നോക്കി നടക്കുമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ വരും. അപ്പം ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ എനിക്കിത് കിട്ടിയേ. അപ്പം ഞാനിത് കറി വയ്ക്കട്ടെ. കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടുതലൊരു ശകലം നമ്മളുടെ ശർക്കര കൂടി ഇടണേ. അപ്പോഴാണ് പുളിയും മധുരവും ഉപ്പും എരിയും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത്രയും കുഞ്ഞാണ്ടി മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഗ്യാസിലേക്ക് വയ്ക്കുവാണ്. 1-2 പച്ചമുളകും കൂടി നമുക്കതിലേക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഗ്യാസിലേക്കത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്തും കൂടി ഇടാം. അതുപോലെ കുറച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ഞാൻ അതിനെ അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കത് അരച്ചിട്ട് വരാം. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ തേങ്ങ അരച്ചുകൊണ്ട് വന്നത് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഈ തേങ്ങ അരച്ചിട്ട് ഇന്നൊന്ന് ചൂടായാൽ മതി. അധികം തിളപ്പിക്കണ്ട, ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 1-2 ചെറിയ കഷ്ണം ശർക്കര കൂടി നമുക്ക് ഇടാമേ. ഇത് ഇച്ചിരി പുളിയുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 കഷ്ണം ശർക്കരയും കൂടി ഇടുക. ഇങ്ങനെ രണ്ട് കഷ്ണം ശർക്കരയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കിയാൽ മതി. അത് നന്നായിട്ട് അങ്ങ് മെൽട്ടായിക്കോളും. അപ്പം നമ്മളതിന് കടുക് പൊട്ടിക്കുവാണ്. കുഞ്ഞാണ്ടി മാങ്ങാക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും ഒന്ന് ഇങ്ങനെയുള്ള മാങ്ങ കിട്ടുമ്പോൾ മേടിച്ച് ഇങ്ങനെ കറി വയ്ക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സൂപ്പർ.